ഒരു കപ്പ് റവയും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കി എടുക്കാനാണ് പോകുന്നത്. ചേർത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതിയാകും. നൂൽ പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതിപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയ റവ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. നല്ല മിനുസപ്പൊടിയായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലാണ് ഗോതമ്പ് പൊടി എടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് വെളുത്ത എള്ളാണ്. ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വെളുത്ത എള്ളിന് പകരം കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയുടെ ചൂട് ഒന്ന് ചെറുതായി മാറി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ ചൂടാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂട് മാറിയാൽ മതി. മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി മതിയാകില്ല നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കൂട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാല് തണുത്ത പാല് ചേർക്കണ്ട. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പാല് മുഴുവനായിട്ടും തന്നെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനുള്ള കൂട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരേപോലെ അതെത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടുത ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് കുതിർന്ന് വന്ന് കൂട്ടൊന്നും കൂടെ കട്ടിയായിട്ട് വരും. അതിനുശേഷം വേണം നമ്മൾ കൂട്ടൊന്നും കൂടെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ടൊന്ന് കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീണ്ടും പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1/4 കപ്പ് പാല് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ പാല് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. 1/4 കപ്പ് വെള്ളം ചേർത്താലും മതിയാകും. പക്ഷെ ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന റവയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അളവ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാനിവിടെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു രീതിക്കുള്ള കൂട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുക. നമ്മളുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ സാധാരണ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിക്കണില്ല, ഒരു 1/4 ഭാഗത്തോളമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും.
ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ദാ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം മുഴുവനായിട്ടും വെന്ത് വന്നിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ ഒന്ന് റെഡിയാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റെഡിയാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ദാ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. പുറമേ ഒരല്പം മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.